എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. സാധാരണ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബട്ടർ എഗ് കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റിൽ വരുന്നൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 8 മുട്ട എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴിയതിന് ശേഷം ഒരു സോസ് പാനിലോ പാത്രത്തിലോ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വേവിക്കുക. ഒരു 10 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് തണുത്ത വെള്ളത്തിലിട്ട് തൊലി കളഞ്ഞെടുക്കുക. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 3 സവാള ക്യൂബാക്കിയത്, പിന്നെ ഒരു പിടി കാഷ്യൂ നട്ട്സ്, ഒരു പിടി ഒരു 10 എണ്ണമൊക്കെ ചേർത്താൽ മതി. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറാകുമ്പോൾ വഴറ്റണം. നമ്മളുടെ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ്, പക്ഷേ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇനി ഇതിലേക്ക് നന്നായിട്ട് പഴുത്ത 2 തക്കാളിയും കൂടെ ഒന്ന് ക്യൂബുകളാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി നന്നായിട്ടൊന്ന് ഉടയണം. ഈ തക്കാളിക്ക് അധികം അങ്ങ് പുളിയില്ല, അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ടൊമാറ്റോ, നമ്മൾ ക്യാനിൽ വരുന്ന ടൊമാറ്റോ ഇതിലേക്ക് കുറച്ച് ചേർക്കുന്നുണ്ട്. ഇതിലാകുമ്പോൾ നല്ല ഒരു പുളി കിട്ടും. ഇത് ഉണ്ടെങ്കിൽ മാത്രമേ ചേർത്താൽ മതി. നാട്ടിലൊക്കെ കിട്ടുന്ന തക്കാളി നല്ല പുളിയുള്ളതായിരിക്കും. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. പിന്നെ നല്ലൊരു കളറും കിട്ടും നമ്മൾ ഈ ക്യാനിൽ തക്കാളി ചേർക്കുമ്പോൾ. കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിനി നന്നായിട്ട് തിളച്ച് തീ ഓഫാക്കി കഴിഞ്ഞാൽ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ട ബട്ടറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ക്യൂബ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടകളും കൂടെ ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് ഹാർഡാക്കി ഫ്രൈ ചെയ്യരുത്. ഞാൻ ഈ മുട്ട ഒരുപാട് നേരം ഇട്ട് ബോയിൽ ചെയ്തിട്ടല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വൈറ്റ് നല്ല സോഫ്റ്റാണ്, അകത്തും നല്ല സോഫ്റ്റാണ്. മുട്ട ഒരുപാട് നേരം ഇട്ട് നമ്മൾ തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായി പോകും അതിൻ്റെ വൈറ്റ്. അപ്പോൾ നമ്മൾ അതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഒരു 2 ക്യൂബ് ബട്ടർ, ഒരു 2 ടീസ്പൂൺ ബട്ടറും കൂടെ ചേർത്തിട്ട് നമുക്കിനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ബട്ടർ ഒന്ന് ഉരുകി വന്നപ്പോൾ നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രേവിയുടെ തിക്നെസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്രേവി നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു റിച്ച് ഫ്ലേവർ കിട്ടും. ഇനി ആ ഒരു ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഗ്രേവി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും, ഒരു 1/4 ടീസ്പൂണിനെക്കാട്ടിലും കുറവിൽ വറുത്ത ജീരകത്തിൻ്റെ പൊടിയും, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കസൂരി മേത്തി ചേർക്കുമ്പം ഈ കറിയുടെ ടേസ്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ആ ഒരു ടേസ്റ്റിലേക്ക് മാറും. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1-2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് കെവ്ര വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു വാട്ടർ കിട്ടും. അപ്പോൾ അത് ചേർക്കുമ്പം കറക്റ്റ് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ടേസ്റ്റ് കിട്ടുന്നതാണ്. ഏറ്റവും അവസാനം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് അരിഞ്ഞത് വിതറി കൊടുക്കുന്നുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ബട്ടർ എഗ് കറിയാണ്. ഇതുവരെ ഉണ്ടാക്കാത്തവർ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ വീട്ടിലിങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പം അതേ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you.